സ്നാപ്സീഡ് വെച്ചിട്ട് ഒരു മൂഡി ലുക്കുള്ള ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എൻജോയ് ടെക് വിത്ത് SNK. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോർ ഉണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പ്ലസ് ഐക്കണും ഉണ്ട്, ഓപ്പണും ഉണ്ട്. അപ്പോൾ ഇതിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താലും ഓപ്പണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാൻ പറ്റും. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റൈൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് കുറേ എഫക്ട്സ് ആണ്, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ അതൊന്നും കൊടുക്കണില്ല. അത് കഴിഞ്ഞ് നമുക്ക് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലാണ് നമുക്ക് നമുക്ക് മെയിനായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ടൂൺ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണ്. അതിൽ നമ്മൾ മൂഡി ലുക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് എന്നുള്ളത് ഇച്ചിരി കൂട്ടി കൊടുക്കുക, ഒരു 40 റേഞ്ചിൽ കൊടുക്കുക. ഇനി നമുക്ക് സാച്ചുറേഷൻ എന്നുള്ളത് ഒരു കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ വൃത്തിയിടാവും. ഇനി നമുക്ക് ആംബിയൻസ് എന്ന് പറഞ്ഞൊരു ഇത് നമുക്ക് ഓവർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയിടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം കൂട്ടി കൊടുക്കുക, ഒരു 30 28 റേഞ്ചിൽ കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ താഴത്തേട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും കാണാൻ പറ്റും ട്യൂൺ ഇമേജിൽ. അപ്പോൾ നമ്മൾ താഴത്തേട്ട് പിന്നെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ കുറച്ച് കൊടുക്കുക. ഇനി അത് നമുക്ക് മൂഡിലൊക്കെ വേണ്ട, അപ്പോൾ ലൈറ്റ്സ് നമ്മൾ കുറച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഷാഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഷാഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൂട്ടി കൊടുക്കരുത്, കുറച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി നമ്മൾ താഴത്തേട്ട് വന്നു കഴിയുമ്പോൾ വാംത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ ടിൻറ്റ് വരും, ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ ടിൻറ്റ് വരും. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട റേഞ്ചിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണ്ട റേഞ്ചിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് അടിക്കുക. ടിക്ക് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടൂൾസിൽ പോവുക. ടൂൾസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മളൊരു S ഷേപ്പ് ഉണ്ടാക്കണം. ആദ്യം ഈ സാധനം എടുത്ത് ഇച്ചിരി മുകളിലോട്ട് വയ്ക്കുക, ഇതെടുത്ത് ഇച്ചിരി മുകളിലോട്ട് വയ്ക്കുക, എന്നിട്ട് ഇതെടുത്ത് ഇത്തിരി താഴത്തോട്ട് വയ്ക്കുക, എന്നിട്ട് ഇതെടുത്ത് ഇത്തിരി നടുക്ക് വയ്ക്കുക, എന്നിട്ട് ഇതെടുത്ത് ഇത്തിരി പുറത്ത് വയ്ക്കുക, എന്നിട്ട് ഇതെടുത്ത് ഇത്തിരി താഴത്തോട്ട് വയ്ക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ S ഷേപ്പ് വരാൻ പാകത്തിന് അങ്ങ് സെറ്റ് ചെയ്യുക. ഒരു S ഷേപ്പ് വരാൻ പാകത്തിന്. ഇനി നമുക്ക് സെലക്ട് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷനാണുള്ളത്. അപ്പോൾ സെലക്ട് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷനിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ പർട്ടിക്കുലർ കളറിൻ്റെ സാച്ചുറേഷനും ബ്രൈറ്റ്നസ്സും എല്ലാ സംഭവങ്ങളും നമ്മൾ നേരത്തെ ടൂൺ ഇമേജ് ചെയ്ത അതേ സംഭവങ്ങൾ നമുക്ക് പർട്ടിക്കുലർ കളറിനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾസിൽ പോവുക, സെലക്ട് ചെയ്യുന്ന പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം റെഡിൻ്റെയാണ് വേണ്ടത്. റെഡിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ സൂം ചെയ്യണേക്കൂട്ട് ഇങ്ങനെ സൂം ചെയ്യുക. അപ്പോൾ സൂം ചെയ്ത് കഴിയുമ്പോൾ ആ റെഡ് മൊത്തം സെലക്ട് ആവും. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ബ്രൈറ്റ്നസ് ഇത്തിരി വെപ്പിക്കാം. ബ്രൈറ്റ്നസ് കുറച്ച് വെപ്പിച്ചു. അതിൻ്റെ സാച്ചുറേഷൻ ഇച്ചിരി കൂടുതലാണ്, അപ്പോൾ അത് ഇച്ചിരി കുറച്ച് കൊടുക്കുകയാണ്. സാച്ചുറേഷൻ ഇച്ചിരി കൂടുതലായിട്ട് തോന്നി, അപ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് കൊടുക്കാം. നമുക്ക് ഇനി സ്ട്രക്ചർ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത് റെഡിൻ്റെയിൽ. അപ്പോൾ ടിക്ക് അടിക്കുക. ഇനി നമുക്ക് ബാക്കിൽ ഗ്രീൻ ആണുള്ളത്. അപ്പോൾ ടൂൾസിൽ പോയിട്ട് സെലക്റ്റീവ് തന്നെ എടുക്കുക. സെലക്റ്റീവ് തന്നെ എടുത്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വലുതാക്കുക, സ്ക്രോൾ ചെയ്ത് ആ സർക്കിൾ വലുതാക്കുക. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇത്ര വലുതായി. അപ്പോൾ ആ സൈഡിലെ ഗ്രീൻ മൊത്തം സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ശരിക്കും കുറച്ച് കൊടുക്കുക, കാരണം നമുക്ക് മൂഡി ലുക്കല്ല വേണ്ടേ. ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടി കൊടുക്കാം. കോൺട്രാസ്റ്റ് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക. സാച്ചുറേഷൻ വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രക്ചർ കുറച്ച് കൊടുക്കുക, ഓവർ കുറച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാവും. ഓക്കെ, ഇത്രയും കുറച്ച് കൊടുക്കുക. ഇനി ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സെലക്റ്റീവ് നമുക്ക് ഇവിടെ തന്നെ ആഡ് ചെയ്യാം. ടൂൾസിൽ പോയി പിന്നെ സെലക്ട് ചെയ്യാണ്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ സെലക്റ്റീവ് ഇപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പച്ചയുടെ കൂടി ആഡ് ചെയ്യാനുണ്ട്, ഇപ്പോൾ താഴത്തെ പച്ചയുടെ. അപ്പോൾ നമ്മൾ ആഡ് കൊടുക്കുക, പ്ലസ് അടിക്കുക. പ്ലസ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ പച്ചയാണ്, ഈ പച്ചയുടെ ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും ഭാഗമാണ് വേണ്ടത്. അതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൊടുക്കുക, കോൺട്രാസ്റ്റ് കുറച്ച് കൊടുക്കുക, കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കുക, സാച്ചുറേഷൻ കുറച്ച് കൊടുക്കുക, സ്ട്രക്ചർ കുറച്ച് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ടൂൾസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ഓപ്ഷനാണ് ലെൻസ് ബ്ലർ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലർ ചെയ്യേണ്ടാത്ത ഭാഗം ഈ നടുക്കത്തെ വട്ടത്തിൻ്റെ ഉള്ളിൽ വരണം, ബ്ലർ ആവേണ്ടാത്ത ഭാഗങ്ങൾ. അപ്പോൾ നമ്മൾ ആ വട്ടത്തിൻ്റെ ഉള്ളിൽ ഇത് വരാൻ പാകത്തിന് നമ്മൾ ബ്ലർ ആവേണ്ടാത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ.
ഓക്കെ, നമുക്ക് ഈ സെൻറ്ററൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ, നമുക്ക് വേണ്ട പോലെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെറ്റിങ്സ് അഡ്ജസ്റ്റ് എന്നുള്ളതിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സർക്കിൾ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ബ്ലറാവും. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ സർക്കിളിന് ഇച്ചിരി കുറച്ച് കൊടുക്കാം. അതിൻ്റെ ട്രാൻസിഷൻ ഓവർ കുറയ്ക്കണ്ട, ഇച്ചിരി കുറച്ച് കൊടുക്കാം. കാരണം നമുക്ക് അങ്ങറ്റത്തായിട്ടുള്ള ശരിക്കും ബ്ലറാവണം. ഇനി വിഗ്നെറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് നമുക്ക് അത്യാവശ്യം കൊടുക്കാം. എന്ന് വെച്ചാൽ ബ്ലാക്കായി വരും. അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, വിഗ്നെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലാണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലെൻസ് ബ്ലർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി വിഗ്നെറ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ട് അപ്പോൾ ബ്ലാക്ക് അറ്റത്ത് വരും. ഒരു മൂടി ലുക്ക് കിട്ടാനുള്ള ബ്ലാക്ക് അറ്റത്ത് വരും. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കൂട്ടി കൊടുക്കുക, ഒരുപാടല്ല, കുറച്ച് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ എവിടേക്ക് നമുക്ക് കളർ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ കളർ വരുത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് കളർ ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ചെറുതാക്കി കൊടുക്കണം. ചെറുതാക്കി, ഈ സാധനത്തിന് കളർ കുറവാണ്. അപ്പോൾ ഞാൻ ഇതിന് ഇച്ചിരി ബ്രൈറ്റ്നസ് വെപ്പിക്കുക, ഇച്ചിരി കോൺട്രാസ്റ്റ് വെപ്പിക്കുകയാണ്, ഇച്ചിരി സാച്ചുറേഷൻ വെപ്പിക്കുകയാണ്, ഇച്ചിരി സ്ട്രക്ചറും കൂട്ടുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, അതിനുകൂടി ഇച്ചിരി കളർ വെപ്പിച്ചേക്കാം. ഒരു മുട്ടുണ്ട്, മുട്ടിന് ഇത്തിരി കളർ വെപ്പിക്കാം. ഇത്തിരി ബ്രൈറ്റ്നസ് കൂട്ടുകയാണ്, ഇത്തിരി കോൺട്രാസ്റ്റ് കൂട്ടുകയാണ്, ഇത്തിരി സാച്ചുറേഷൻ കൂട്ടുകയാണ്, ഇച്ചിരി സ്ട്രക്ചർ കൂട്ടുക. അപ്പോൾ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇവിടെയും കൂടി കൊടുക്കാം, ഇവിടെയും കൂടി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അവിടെയും കൂടിയും ശരിയായി കഴിയുമ്പോൾ ഏകദേശം റെഡി ആവില്ലേ. ഇനി നമുക്ക് ഇത് ചെറുതാക്കി കൊടുക്കാം. ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടി കൊടുക്കുക, കോൺട്രാസ്റ്റ് ഇച്ചിരി കൂട്ടി കൊടുക്കുക, സാച്ചുറേഷൻ ഇച്ചിരി കൂട്ടി കൊടുക്കുക, സ്ട്രക്ചർ ഇച്ചിരി കൂട്ടി കൊടുക്കുക, ടിക്ക് കൊടുക്കുക. നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫോട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടൂൾസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് മൂടി ലുക്കുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്, നേരത്തെ കാണിച്ച ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതി. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടൂൾസിൽ പോവുക, ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് പല രീതിക്കുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ രീതിയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്യണം. SNK ഫോട്ടോഗ്രാഫി എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇമേജ് ഫൈനൽ ഇമേജ് ആയതുകൊണ്ട് ഇനി നമുക്ക് പഴയ ഇമേജും ഇപ്പോഴത്തെ ഇമേജും കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഈ ഇമേജ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇതായിരുന്നു പഴയ ഇമേജ്, ഇപ്പോഴത്തെ ഇമേജ് ഇത്. ഇനി നമുക്കിത് സേവ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ എക്സ്പോർട്ട് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡറൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ 10 എഫക്റ്റ് നമ്മൾ ഇട്ടു. അപ്പോൾ 10 എഫക്റ്റും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ എഡിറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ എഡിറ്റിംഗ് ആണ്. സ്നാപ്സീഡിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.